13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈച്ച തിരിച്ചു വന്നിരിക്കുന്നു ലവ്ലിയായിട്ട്. എങ്ങനെയുണ്ട്? ആദ്യം സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാല്ലേ. ചെറിയൊരു ബഡ്ജറ്റിൽ ഈച്ചയെ അവർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതും 3Dയിൽ എന്ന് പറയാം. പിന്നെ ബാബുരാജിന്റെ സീൻസ് ആ ഒരു സമയത്ത് ആളുടെ വരവും സ്റ്റൈലൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക്കും അടിപൊളിയായിരുന്നു. സിനിമയിൽ മാറ്റും ഈച്ചയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് അത്യാവശ്യം നന്നായി തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിലേക്ക് പ്രോപ്പറായിട്ടും കൺവേ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു എൻഡും സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മാത്യു ആ സമയത്തേക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കാം. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സിനിമയിൽ ലവ്ലി ഈച്ചയാണല്ലോ മെയിൻ ആകേണ്ടത്. പക്ഷെ വളരെ കുറച്ചുള്ള പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയാം. ഇപ്പോൾ ഈഗ എന്ന സിനിമയിൽ ഈച്ചയും സമന്തിയും തമ്മിലുള്ള ഒരു സംസാരവും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആവുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത്ര മാത്രമേ ഈ സിനിമയിലും കാണിക്കുന്നുള്ളൂ. അതിന് കൂടുതൽ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി എന്ന് പറയാം. ആദ്യം പറഞ്ഞ ബാബുരാജിന്റെ സീൻസ് ഈ പറഞ്ഞ ഈച്ചയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സീൻ ഒഴിക്കൽ ബാക്കി സീൻസിനൊന്നും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയാം. പിന്നെ ആ മനോജ് കേജിന്റെ കഥാപാത്രം അത് എന്തിനായിരുന്നു എന്ന് മനസ്സിലായില്ല. അത് ആൾ ചെയ്യേണ്ട ഒരു കഥാപാത്രമായിട്ട് തോന്നിയില്ല എന്ന് പറയാം. അത് മനോജ് കേജൻ ചെയ്തുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് കുറെ സീൻസ് കൂട്ടേണ്ടി വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ 3D അതൊരു പ്രൊമോഷണൽ കണ്ടന്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സിനിമ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇത് 3D ആക്കണം എന്നൊരു ആലോചന പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു വാച്ചബിൾ ക്ലിക്കാണെന്ന് പറയുന്നത് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മിസ് നിതിൻ ഓൺ മല്ലു എക്സ്പ്രസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.